CPIMന്റെ കേരളത്തിലെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നാളെ AKG സെന്റർ എന്ന ബോർഡും പാർട്ടി ചിഹ്നവും ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ചു. CPIM ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പ്രധാന നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ദിരം ഉദ്ഘാടനം ചെയ്യും. രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും കരുത്തുള്ള കേരളത്തിൽ പൂർണ്ണമായും ഒരു പാർട്ടി ഓഫീസ് ഉയരുന്നത് ഇപ്പോഴാണ്. 1977 AKG പഠന ഗവേഷണ കേന്ദ്രമായി തുടങ്ങിയത് പിന്നീട് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായി പ്രവർത്തിക്കുകയായിരുന്നു. ആ പഴയ പാർട്ടി ആസ്ഥാനത്തിൻ്റെ നേരെ എതിർവശത്ത് നഗരമധ്യത്തിൽ തന്നെയാണ് പുതിയ AKG സെന്റർ. കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ആരംഭിച്ച പുതിയ AKG സെന്ററിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് 3 വർഷമെടുത്ത്. അന്ന് തറക്കല്ലിട്ടതും മുഖ്യമന്ത്രി പിണറായി വിജയൻ. 9 നിലകളിൽ മുഖ്യമന്ത്രിക്കും സംസ്ഥാന സെക്രട്ടറിക്കും പ്രധാന നേതാക്കൾക്കുമായി പ്രത്യേക മുറികൾ, യോഗങ്ങൾക്കും വാർത്താ സമ്മേളനത്തിനുമായി ഹാൾ, വാഹന പാർക്കിങ്ങിനായി താഴെ 2 നിലകൾ. ആഡംബരമില്ല, അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂവെന്ന് CPIM വിശദീകരിക്കുന്നു. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് നിർമ്മാണം. വൈദ്യുതിക്കായി സോളാർ പാനലുകളും സ്ഥാപിച്ചിട്ടുണ്ട്. പഴയ പാർട്ടി ആസ്ഥാനം പോലെ തന്നെ പൂർണ്ണമായും ശീതീകരിച്ചതല്ല പുതിയ AKG സെന്ററും. പുതിയ AKG സെന്ററിന്റെ ഉൾവശം എങ്ങനെയായിരിക്കുമെന്ന് അറിയാൻ കാത്തിരിക്കണം. നാളെ ഉദ്ഘാടന ചടങ്ങുകൾ കഴിഞ്ഞുള്ള മറ്റു പരിപാടികൾ പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്നത് പഴയ ആസ്ഥാനത്തോട് ചേർന്നിട്ടുള്ള AKG ഹാളിലാണ്. ജനറൽ സെക്രട്ടറിയുടെ സാന്നിധ്യമുണ്ടാകുമെങ്കിലും മുതിർന്ന പൊളിറ്റ് ബ്യൂറോ അംഗം, ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നീ നിലയ്ക്ക് പിണറായി വിജയൻ തന്നെയാണ് പുതിയ AKG സെന്റർ ഉദ്ഘാടനം ചെയ്യുക. MG മഞ്ജുഷിനൊപ്പം അർജുൻ രാജ്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.